സുഹൃത്തുക്കളെ, രാജ്യത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുയോഗത്തിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശ്രീ നരേന്ദ്രമോദി മധുബനിയിൽ വെച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോഴത്തേക്ക് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൂചനകളെല്ലാം നമുക്ക് അദ്ദേഹം പൂർണ്ണമായിട്ട് നൽകിയിരുന്നു. അത് സഫലീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നത്. ദയവായി നിങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ പല വാക്കുകളും രാജസ്ഥാനി മാർവാടി സ്ലാങ്ങോട് കൂടിയാണ്. അതുകൊണ്ട് ചില വാക്കുകളൊന്നും നമുക്ക് അതേ അർത്ഥത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഹിന്ദിയിലുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ അവതരിപ്പിക്കാം. 22 अप्रैल को आतंकवादियों ने धर्म पूछकर हमारी बहनों की मांग का सिंदूर उजाड़ दिया था. 22 ഏപ്രിലിൽ ഭീകരർ മതം ചോദിച്ച് നമ്മുടെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം മാച്ചു. वो गोलियां पहलगाम में चली थी, लेकिन उन गोलियों से 140 करोड़ देशवासियों का सीना छलनी हुआ था. പഹൽഗാമിൽ നിറവേറ്റ വെടിയുണ്ടകൾ 140 കോടി ജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തി. इसके बाद हर देशवासी ने एकजुट होकर संकल्प लिया था कि आतंकवादियों को मिट्टी में मिला देंगे, उन्हें कल्पना से भी बड़ी सजा देंगे. അതിനുശേഷം രാജ്യത്തിലെ ഓരോ പൗരനും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു ഈ ഭീകരന്മാരെ ഇല്ലായ്മ ചെയ്യണം. അവർക്ക് ചിന്തിക്കാവുന്നതിലും വെച്ച് വലിയ ശിക്ഷ നൽകണം. आज आपके आशीर्वाद से, देश की सेना के शौर्य से हम सब उस प्रण पर खरे उतरे हैं. ഇതിന് നിങ്ങളുടെ അനുഗ്രഹത്തോടെ, രാജ്യത്തിന്റെ ശൗര്യത്തിലൂടെ അവരുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് നമ്മൾ മറുപടി നൽകി. हमारी सरकार ने तीनों सेनाओं को खुली छूट दे दी थी. और तीनों सेनाओं ने मिलकर ऐसा चक्रव्यूह रचा कि पाकिस्तान को घुटने टेकने के लिए मजबूर कर दिया. നമ്മുടെ സർക്കാർ 3 സൈന്യങ്ങൾക്കും ഇക്കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വിട്ടു നൽകി. അവരൊന്നിച്ച് തീർത്ത ചക്രവ്യൂഹം പാകിസ്ഥാനെ നമ്മുടെ മുമ്പിലും ലോകത്തിന് മുമ്പിലും മുട്ടുകുത്തിച്ചു. साथियों, 22 तारीख के हमले के जवाब में हमने 22 मिनट में आतंकियों के 9 सबसे बड़े ठिकाने तबाह कर दिए. 22 ആക്രമണത്തിന് 22 മിനിറ്റ് കൊണ്ട് ഭീകരരുടെ ഏറ്റവും വലിയ 9 ഭീകര താവളങ്ങൾ നമ്മൾ ചുട്ടുകരിച്ചു.
और देश के दुश्मनों ने भी देख लिया कि जब सिंदूर बारूद बन जाता है तो नतीजा क्या होता है। ലോകവും രാജ്യത്തിന്റെ ശത്രുക്കളും കണ്ടു സിന്ദൂരം മാച്ചു കളഞ്ഞതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന്. वैसे साथियों, ये संयोग ही है 5 साल पहले जब बालाकोट में देश ने एयर स्ट्राइक की थी, उसके बाद मेरी पहली जनसभा राजस्थान में ही सीमा पर हुई थी। സുഹൃത്തുക്കളെ, 5 വർഷം മുമ്പ് ബാലാക്കോട്ട് രാജ്യം എയർ സ്ട്രൈക്ക് ചെയ്തതിനു ശേഷം എന്റെ ആദ്യത്തെ ജനസഭയും രാജസ്ഥാനിലെ രാജ്യാതിർത്തിയിലാണ് നടന്നത്. वीर भूमि का ही ये तप है कि ऐसा संयोग बन जाता है। अब इस बार जब ऑपरेशन सिंदूर हुआ तो उसके बाद मेरी पहली जनसभा फिर यहां वीर भूमि राजस्थान की सीमा पर बीकानेर में आप सभी के बीच हो रही है। ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും എന്റെ ആദ്യ പൊതുയോഗം വീണ്ടും വീരന്മാരുടെ നാടായ രാജസ്ഥാനിലെ അതിർത്തിയായ ബിക്കാനറിലാണ് നടക്കുന്നത്. साथियों, चूरू में मैंने कहा था, एयर स्ट्राइक के बाद मैं आया था, तब मैंने कहा था, सौगंध मुझे इस मिट्टी की, मैं देश नहीं मिटने दूंगा, मैं देश नहीं झुकने दूंगा। സുഹൃത്തുക്കളെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, എയർ സ്ട്രൈക്കിന് ശേഷം ഞാൻ വന്നപ്പോൾ പറഞ്ഞു, ഈ ഭൂമിയുടെ സുഗന്ധം മറയാൻ ഞാൻ അനുവദിക്കില്ല, ഈ രാജ്യം തലകുനിക്കാൻ ഞാൻ അനുവദിക്കില്ല. आज मैं राजस्थान की धरती से देशवासियों से बड़ी नम्रता के साथ कहना चाहता हूं, मैं देश के कोने कोने में जो तिरंगा यात्राओं का हुजूम चल रहा है, ഞാൻ രാജസ്ഥാന്റെ മണ്ണിൽ നിന്നും രാജ്യത്തിന്റെ ജനങ്ങളോട് വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ത്രിവർണ്ണ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. मैं देशवासियों से कहता हूं, जो सिंदूर मिटाने निकले थे, उन्हें मिट्टी में मिलाया है। ഞാൻ രാജ്യത്തോട് പറയുന്നു, സിന്ദൂരം മായ്ക്കാൻ ഇറങ്ങി തിരിച്ചവർ മണ്ണിനടിയിൽ മാഞ്ഞുപോയി. ഇനി അദ്ദേഹത്തിന്റെ പ്രസംഗം അതേപടി കൊടുക്കുകയാണ്, ഞാൻ ട്രാൻസ്ലേഷൻ കൊടുക്കുന്നില്ല. जो हिंदुस्तान का लहू बहाते थे, आज कतरे कतरे का हिसाब चुकाया है। जो सोचते थे भारत चुप रहेगा,
पड़े हैं। जो अपने हथियारों पर घमंड करते थे, जो अपने हथियारों पर घमंड करते थे, आज वो मलबे के ढेर में दबे हुए हैं। മൗനം പാലിക്കുമെന്ന് വിചാരിച്ചവർ ഇന്ന് വീട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നു. അവരുടെ ആയുധങ്ങളിൽ അഹങ്കരിച്ചവർ ഇന്ന് എവിടെയെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. मेरे प्यारे देशवासियों, ये शोध प्रतिशोध का खेल नहीं, ये शोध प्रतिशोध का खेल नहीं, ये न्याय का नया स्वरूप है। ये न्याय का नया स्वरूप है। ये ऑपरेशन सिंदूर है। ये सिर्फ आक्रोश नहीं है, ये सिर्फ आक्रोश नहीं है, ये समर्थ भारत का रौद्र रूप है। ये भारत का नया स्वरूप है। സുഹൃത്തുക്കളെ, ഇത് നീതിയുടെ പുതിയ സ്വരൂപമാണ്. ഓപ്പറേഷൻ സിന്ദൂറാണ്. ഇത് വെറും ആക്രോശമല്ല, സമർത്ഥ ഭാരതത്തിന്റെ രൗദ്ര സ്വരൂപമാണ്. ഭാരതത്തിന്റെ പുതിയ രൂപമാണ്. पहले घर में घुसकर किया था वार, पहले घर में घुसकर किया था वार, अब सीधा सीने पर किया प्रहार है। മുമ്പ് വീട്ടിനകത്ത് കയറി നമ്മൾ പ്രഹരിച്ചു, ഇപ്പോൾ നെറ്റിക്ക് തന്നെ നമ്മൾ കൊടുത്തു. आतंक का फन कुचलने की, आतंक का फन कुचलने की यही नीति है, यही रीति है, यही भारत है, नया भारत है। ये भारत माता की, भारत माता की, भारत माता की। ഭീകരവാദത്തിന്റെ പത്തി അടിച്ചൊടിക്കാൻ ഇതാണ് നീതി, ഇതാണ് രീതി, ഇതാണ് ഭാരതം, പുതിയ ഭാരതം. ഭാരത് മാതാ കി ജയ്. ऑपरेशन सिंदूर ने आतंकवाद से निपटने के 3 सूत्र तय कर दिए हैं। पहला, भारत पर आतंकी हमला हुआ तो करारा जवाब मिलेगा। समय हमारी सेनाएं तय करेगी, तरीका भी हमारी सेनाएं तय करेगी और शर्तें भी हमारी होगी। ഓപ്പറേഷൻ സിന്ദൂർ തീവ്രവാദത്തിൽ നിന്നും രക്ഷ നേടാൻ 3 സൂത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഒന്നാമത്, ഭാരതത്തിനു മേൽ ഭീകരാക്രമണം ഉണ്ടായാൽ കൃത്യമായ മറുപടി ലഭിച്ചിരിക്കും. സമയം നമ്മുടെ സേന തീരുമാനിക്കും, രീതി നമ്മുടെ സേന തീരുമാനിക്കും, ഭാവിയും നമ്മുടെ സേന തീരുമാനിക്കും. दूसरा, एटम बम की गीदड़ बत्तियों से
भारत डरने वाला नहीं है। और तीसरा, हम आतंक के आकाओं और आतंकी सरपरस्त सरकार को अलग अलग नहीं देंगे, उन्हें अलग अलग नहीं देखेंगे। രണ്ടാമതായി, ആറ്റം ബോംബിന്റെ ഗർജനത്തിൽ ഭാരതം തലകുനിക്കില്ല. മൂന്നാമതായി, ഭീകരരെയും അവരെ സംരക്ഷിക്കുന്നവരെയും ആ സംരക്ഷിക്കുന്ന സർക്കാരിനെയും പ്രത്യേകമായി നമ്മൾ കാണില്ല. അവരൊന്നായി തന്നെ നമ്മൾ കണക്കാക്കും. उन्हें एक ही मानेंगे। पाकिस्तान का ये स्टेट और नॉन स्टेट एक्टर वाला खेल अब नहीं चलेगा। പാകിസ്ഥാന്റെ രാജ്യവും ഭീകരരും എന്നുള്ള കളി ഇനി നടക്കില്ല. आपने देखा होगा पूरी दुनिया में पाकिस्तान की पोल खोलने के लिए हमारे देश के 7 अलग अलग प्रतिनिधिमंडल पूरे विश्व भर में पहुंच रहे हैं। और इसमें देश के सभी राजनीतिक दलों के लोग हैं, विदेश नीति के जानकार हैं, गणमान्य नागरिक हैं। अब पाकिस्तान का असली चेहरा पूरी दुनिया को दिखाया जाएगा। നിങ്ങൾ കണ്ടു, ലോകത്തിന്റെ കണ്ണുകൾ തുറക്കുന്നതിന് 7 പ്രതിനിധി സംഘങ്ങൾ ലോകമെമ്പാടും യാത്ര ചെയ്യുന്നതാണ്. രാജ്യത്തെ എല്ലാ പാർട്ടിയിലെയും പ്രതിനിധികൾ അതിലുണ്ട്, നയതന്ത്രജ്ഞരുണ്ട്, പൗരപ്രമുഖരുണ്ട്. പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. साथियों, पाकिस्तान भारत से कभी सीधी लड़ाई जीत ही नहीं सकता। जब भी सीधी लड़ाई होती है तो बार बार पाकिस्तान को मुंह की खानी पड़ती है। इसलिए पाकिस्तान ने आतंकवाद को भारत के खिलाफ लड़ाई का हथियार बनाया है। സുഹൃത്തുക്കളെ, ഇനി പാകിസ്ഥാൻ ഒരിക്കലും ഭാരതവുമായി നേർക്കുനേർ യുദ്ധം ചെയ്ത് ജയിക്കാനാവില്ല. നേർക്കുനേർ യുദ്ധം നടക്കുമ്പോഴൊക്കെ തോൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ചരിത്രം. അതിനാലാണ് അവർ ഭീകരരെ ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ആയുധമാക്കുന്നത്. आजादी के बाद पिछले कई दशकों से यही चला आ रहा था। पाकिस्तान आतंक फैलाता था, निर्दोष लोगों की हत्याएं करता था, भारत में डर का माहौल बनाता था। लेकिन पाकिस्तान एक बात भूल गया। സ്വാതന്ത്ര്യത്തിന് ശേഷം പല ദശകങ്ങളായി ഇത് തന്നെ ചെയ്യുന്നു. പാകിസ്ഥാൻ ഭീകരത പടർത്തുന്നു, നിരപരാധികളെ കൊന്നൊടുക്കുന്നു, ഭാരതത്തിൽ ഭീതി പടർത്തുന്നു. എന്നാൽ പാകിസ്ഥാൻ ഒരു കാര്യം മറന്നുപോകുന്നു. अब मां भारती का सेवक मोदी यहां सीना तान कर खड़ा है। ഭാരതത്തിന്റെ വിനീത സേവകനായ നരേന്ദ്രമോദി ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. मोदी का दिमाग ठंडा है, ठंडा रहता है, लेकिन मोदी का लहू गर्म होता है। മോദിയുടെ തല തണുത്തതാണ്, മനസ്സ് ശാന്തമാണ്. എന്നാൽ മോദിയുടെ രക്തം ചൂടാണ്. और अब तो मोदी की नसों में लहू नहीं, गरम सिंदूर बह रहा है। ഇപ്പോൾ മോദിയുടെ സിരകളിൽ ഓടുന്നത് രക്തമല്ല, ചൂടായ സിന്ദൂരമാണ്.
भारत ने दो टूक साफ कर दिया है। हर आतंकी हमले की पाकिस्तान को भारी कीमत चुकानी पड़ेगी और ये कीमत पाकिस्तान की सेना चुकाएगी, पाकिस्तान की अर्थव्यवस्था चुकाएगी। ഓരോ ഭീകരാക്രമണത്തിനും പാകിസ്ഥാന് കനത്ത വില നൽകേണ്ടി വരും. അത് പാകിസ്ഥാന്റെ സൈന്യം ഒടുക്കും, പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥ ഒടുക്കും. ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും അദ്ദേഹം ഗ്രാമീണ മേഖലകളിൽ പ്രസംഗിക്കുമ്പോൾ. അപ്പോഴൊക്കെ അദ്ദേഹം ഏറ്റവും ഗ്രാമീണമായ പദങ്ങളും പ്രയോഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതായത് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ലോക്കൽ സ്ലാങ്ങുകളാണ് അവിടെ അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അത് ലോക്കലായിട്ടുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചില വാക്കുകൾക്കൊക്കെ നമുക്കിവിടെ കൃത്യമായ അർത്ഥം മലയാളത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.